എന്ത് ട്രൈ ചെയ്തിട്ടും മുടിയിൽ ഒരു വ്യത്യാസവും കാണാൻ കഴിയണില്ല. മുടി കൊത്തു കൊത്തായിട്ട് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു റെമഡി നിങ്ങൾ വെറും ഒരേ ഒരു തവണ എനിക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും അതിൻ്റെ 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. വെറും ഒറ്റ യൂസിൽ നിങ്ങളുടെ മുടിയെ ടോട്ടലി മാറ്റാനും മുടിക്ക് ഉള്ളു വെക്കാനും അതേപോലെ തന്നെ മുടിക്ക് നല്ലൊരു തിളക്കം തരാനും മുടിയിൽ ഡ്രൈനസ്, സ്പ്ലിറ്റൻസ്, മുടി കട്ടായി പോവുക, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും വെറും ഒറ്റ യൂസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത്രയ്ക്കും എഫക്റ്റീവാണ് ഇന്നത്തെ ഈ ഒരു റെമഡി. നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യരുത് കേട്ടോ, കാരണം ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാണ്, അടിപൊളിയാണ്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഉലുവ. ഉലുവയെക്കുറിച്ച് ഞാൻ എന്ത് പറയണം, എങ്ങനെ പറയണമെന്നും കൂടി അറിയില്ല. കാരണം ഉലുവ ഉണ്ടല്ലോ അത്രമാത്രം റിസൾട്ടാണ് നമ്മുടെ മുടിയിലേക്ക് തരിക. മുടിയിൽ അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഉലുവ. ഉലുവയ്ക്ക് അത്രമാത്രം റിസൾട്ടാണുള്ളത്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, ഉലുവ വെച്ചിട്ടുള്ള ഹെയർ കെയർ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ മിസ് ചെയ്യുന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത്രമാത്രം എഫക്റ്റീവാണ് നമ്മുടെ ഉലുവ വെച്ചിട്ടുള്ള ഹെയർ കെയർ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹെയർ കെയറിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എൻ്റെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ എടുത്തത്. ഇതിൽ നിന്ന് പാതി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഉലുവ കുതിർക്കാൻ വേണ്ടി വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡീഷണൽ വെള്ളം ഇതിലോട്ട് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മളിത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നമ്മളിത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അരിച്ചെടുക്കുക കേട്ടോ വേണമെങ്കിൽ. ഇന്നിപ്പോൾ ഞാൻ അരിച്ചെടുക്കുന്നില്ല, കാരണം ഓൾറെഡി നല്ല പേസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അരിക്കണം എന്നുണ്ടെങ്കിൽ അരിച്ചെടുത്ത് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലോട്ട് രണ്ടാമതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി നമ്മുടെ സ്കാൽപ്പിലെ എത്ര വലിയ ഇറിറ്റേഷൻസ് ആണെന്നുണ്ടെങ്കിലും, ഡാൻഡ്രഫ് ആണെന്നുണ്ടെങ്കിലും, ചൊറിച്ചിലാണെന്നുണ്ടെങ്കിലും അതൊക്കെ ക്ലിയർ ചെയ്യാനും നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു സ്ട്രോങ് തരാനും നമ്മുടെ മുടിവേരിക്ക് നല്ലൊരു സ്ട്രോങ് കൊടുക്കാനൊക്കെ ഇഞ്ചി നീര് വളരെ 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 നല്ലതാണ്. കാരണം ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾ എന്ന് പറയുന്ന ആസിഡ് വളരെ എഫക്റ്റീവാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും. അപ്പോൾ ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതിന് ശേഷം ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ കുഞ്ഞ് ഇങ്ങനത്തെ കല്ലുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുത്തി ചതച്ചാൽ മതി. അതല്ലെങ്കിൽ ഇങ്ങനെ സ്ലൈസറൊക്കെ ഉണ്ടാവുമല്ലോ, അതിലിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്താലും മതി. എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മളിത് നല്ലപോലെ കുത്തി ചതച്ചെടുത്ത് വെള്ളം ഒരു തുള്ളി പോലും ആഡ് ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഞ്ചി കുത്തിച്ചതച്ചെടുത്ത ആ ഒരു നീര് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഈ ഒരു നീര് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ഉലുവയുണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിലിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്താൽ ഈ ഒരു പാക്ക് നിങ്ങളുടെ തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാക്ക് ഉണ്ടല്ലോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഇതിൻ്റെ റിസൾട്ട്. നിങ്ങൾക്ക് എത്ര വലിയ മുടി കൊഴിച്ചിൽ കാരണം മനസ്സ് മുട്ടുകയാണ്. ഒരിത്തിരി പോലും മുടി വളർത്തിയെടുക്കാൻ പറ്റണില്ല, മുടി കൊഴിഞ്ഞു കോലായി വാലായി എന്നൊക്കെ പറഞ്ഞ് പരാതി ഇപ്പോഴും കുറേ ആളുകൾക്കുണ്ട്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. വെറും ഒറ്റ യൂസിൽ അതിൻ്റെ അടിപൊളി റിസൾട്ട് 100% അല്ല 200% റിസൾട്ട് നിങ്ങൾക്ക് ഇതിന്ന് കിട്ടും. അത്രമാത്രം എഫക്റ്റീവാണ് ഈ ഒരു ഹെയർ പാക്ക്. ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോഴുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഷോക്കിംഗ് ആയി പോകും. വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ വേറെ ലെവലാണ്. ഈ ഒരു പാക്ക് നമ്മുടെ തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റിന് ശേഷം നിങ്ങൾ ഷാമ്പു വെച്ച് ഹെയർ വാഷ് ചെയ്യുക. ആഴ്ചയിൽ ഒരു 3 വട്ടം അല്ലെങ്കിൽ 2 വട്ടമെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ ഞാൻ പറയണില്ല കേട്ടോ, വെറുതെ ഇതിൻ്റെ റിസൾട്ട് അത്രമാത്രം ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ഇട്ട് വെറും ഹെയർ വാഷ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ മുടിയിലെ ഡിഫറൻസ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ മുടി ദാ ഇങ്ങനെയാണ് ഇരിക്കണത് കേട്ടോ. മുടി ഉണങ്ങി കഴിയുമ്പോഴുണ്ടല്ലോ എൻ്റെ പൊന്നോ ഇതിൻ്റെ റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും ഷോക്കിംഗ് ആയി. കാരണം ഒരു 10 ദിവസമായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പാക്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മോൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ടോണേഴ്സ് ആയിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
10 ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഹെയർ പാക്ക് എൻ്റെ മുടിയിൽ ഇട്ടപ്പോഴുണ്ടല്ലോ, എനിക്ക് എൻ്റെ മുടി ഡബിളും ത്രിബിളും ആയതുപോലെയൊക്കെ കേട്ടോ. കാരണം 10 ദിവസം ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഭയങ്കര ഷോക്കിംഗ് ആണ്, ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് തരുന്നതിൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒട്ടും മുടിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, നാളെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ മുടിയിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ മുടിയുടെ ലുക്ക് തന്നെ വേറെയായിട്ട് മാറും. അത്രമാത്രം റിസൾട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് വെറും ഒറ്റ യൂസ് കൊണ്ട് തരിക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.